നമസ്കാരം. വാരാഹി ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പ്രതീക്ഷകളുമായി 2026 ഒരു മേട വിഷുപ്പുലരി കൂടി കടന്നു വരികയാണ്. ഈ വർഷം ഞങ്ങൾക്ക് വിവാഹയോഗമുണ്ടോ? ഗ്രഹനിലയിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ ഞങ്ങളുടെ രാശിയിൽ വിവാഹത്തിന് അനുകൂലമാണോ? ഇതൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി ഒന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. 2026 ഏത് രാശിക്കാർക്കാണ് വിവാഹത്തിന് വളരെ ശക്തമായ യോഗമുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഈ യോഗം വരുന്നതെന്നും എന്തുകൊണ്ടാണ് വരുന്നതെന്നും വിശദമായി നോക്കാം. വിവാഹത്തിനു വേണ്ടി കുറേ കാലമായി പരിശ്രമിക്കുന്നവർക്കും വിഷമിക്കുന്നവർക്കുമായി ചില പരിഹാരങ്ങളും പറഞ്ഞു തരാം. നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജാതകത്തിൽ 7ാം ഭാവമോ 7ാം ഭാവത്തിൻ്റെ അധിപനോ ദോഷകരമായ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അശുഭഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ 7ാം ഭാവത്തിലോ 4ാം ഭാവത്തിലോ ഉണ്ട് എന്നാണ് അർത്ഥം. 4ാം ഭാവം സുഖത്തെയും 2ാം ഭാവം കുടുംബത്തെയും 7ാം ഭാവം വിവാഹത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ 3 ഭാവങ്ങളിൽ 2 എണ്ണമെങ്കിലും ദുർബലമായാൽ വിവാഹത്തിന് കാലതാമസമുണ്ടാകും. രാശിചക്രത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി 2026 വിവാഹത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള 7 രാശിക്കാരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക്, അതായത് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന കാലം വിവാഹകാര്യങ്ങളിൽ വളരെ അനുകൂലമാണ്. ജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ വിവാഹത്തെയും പങ്കാളിയെയും സൂചിപ്പിക്കുന്നത് ജാതകത്തിലെ 7ാം ഭാവമാണ്. ഈ കാലയളവിൽ മിഥുനം രാശിക്കാരുടെ 7ാം ഭാവത്തിലേക്ക് ജ്യോതിഷത്തിലെ പ്രധാന ഗ്രഹങ്ങളായ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ശുഭകരമായ ദൃഷ്ടി പതിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വ്യാഴം അനുഗ്രഹം നൽകുന്ന ഗ്രഹമായും ശനി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഗ്രഹമായുമാണ് കരുതപ്പെടുന്നത്. ഈ 2 ഗ്രഹങ്ങളുടെയും സ്വാധീനം ഒരേ സമയം വരുന്നതിനാലാണ് ഈ രാശിക്കാർക്ക് വിവാഹത്തിന് ശക്തമായ യോഗമുണ്ടെന്ന് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഈ വർഷത്തിൻ്റെ അവസാന 3 മാസങ്ങൾ, അതായത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ്. ഈ സമയം വിവാഹാലോചനകൾ ഉറപ്പിക്കുന്നതിനും വിവാഹം നടത്തുന്നതിനും വളരെ ഉചിതമാണ്. തടസ്സപ്പെട്ടു കിടന്ന ആലോചനകൾ ഈ സമയത്ത് വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. 2026 അവസാനിച്ചാലും 2027 ഏപ്രിൽ മാസം വരെയുള്ള സമയം ഈ അനുകൂല സാഹചര്യം തുടരും. അതിനാൽ ഈ കാലയളവിൽ മിഥുനം രാശിക്കാർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും മംഗളകർമ്മങ്ങൾ നടത്തുവാനും സാധിക്കും. ചുരുക്കത്തിൽ, വിവാഹത്തിനായി കാത്തിരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് തങ്ങളുടെ ആഗ്രഹം സഫലമാവാൻ ലഭിക്കുന്ന ഏറ്റവും സുവർണ അവസരമാണിത്. അടുത്തത് കർക്കടകം രാശിയാണ്. കർക്കടകം രാശിയിൽ ജനിച്ചവർക്ക്, അതായത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് 2026 വിവാഹ കാര്യങ്ങളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് പ്രവചിക്കുന്നത്. ജ്യോതിഷ നിയമങ്ങൾ അനുസരിച്ച് ഒരു വ്യക്തിയുടെ വിവാഹം നടക്കണമെങ്കിൽ ദേവഗുരുവായ വ്യാഴത്തിൻ്റെയും പ്രത്യേക അനുഗ്രഹം അനിവാര്യമാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹമില്ലാതെ മംഗളകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പ്രയാസമാണെന്നാണ് വിശ്വാസം. കർക്കടകം രാശിക്കാർക്ക് ഈ വർഷം വിവാഹയോഗം തെളിയുവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് വ്യാഴത്തിൻ്റെ സ്ഥാനമാണ്. ഈ കാലയളവിൽ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ അഥവാ 1ാം ഭാവത്തിൽ ഉച്ചഫലത്തോടുകൂടി നിൽക്കുകയാണ്. ഇത് വ്യക്തിത്വത്തിന് ഉണർവ് നൽകുന്നതിനോടൊപ്പം ഭാഗ്യ അനുഭവങ്ങൾക്കും വഴിയൊരുക്കും. 1ാം ഭാവത്തിൽ അഥവാ ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തെ, അതായത് വിവാഹത്തെയും ജീവിത പങ്കാളിയെയും സൂചിപ്പിക്കുന്ന സ്ഥാനത്തേക്ക് നേരിട്ട് നോക്കുകയാണ്. വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടി അതീവ ശുഭകരമാണ്. ഇത് വിവാഹ തടസ്സങ്ങൾ നീങ്ങുവാനും അനുയോജ്യമായ ആലോചനകൾ വരുവാനും സഹായകരമാകും. 2026 മെയ് മാസത്തിനു ശേഷം കർക്കിടകം രാശിക്കാർക്ക് വിവാഹത്തിനുള്ള ഏറ്റവും നല്ല സമയം ആരംഭിക്കുകയാണ്.
മെയ് മാസം കഴിയുന്നതോടുകൂടി ഗൃഹനിലകൾ കൂടുതൽ അനുകൂലമാവുകയും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ വേഗത്തിൽ തീരുമാനമാവുകയും ചെയ്യും. ചുരുക്കത്തിൽ ഏറെ നാളായി വിവാഹത്തിനായി കാത്തിരുന്ന കർക്കിടകം രാശിക്കാർക്ക് ദൈവാനുഗ്രഹത്താൽ നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും മംഗളകരമായ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും 2026 മെയ് മാസത്തിന് ശേഷം തീർച്ചയായും സാധിക്കും. അടുത്തത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക്, അതായത് മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് 2026 വിവാഹ കാര്യങ്ങളിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില തടസ്സങ്ങൾ നേരിട്ടേക്കാമെങ്കിലും അവസാന പകുതിയോടെ കാര്യങ്ങൾ വളരെ അനുകൂലമായി മാറുന്നതാണ്. 2026 തുടക്കമാസങ്ങളിൽ വിവാഹ ആലോചനകളിൽ ചെറിയ രീതിയിലുള്ള കാലതാമസമോ തടസ്സങ്ങളോ നേരിടുവാൻ സാധ്യതകളേറെയുണ്ട്. കാര്യങ്ങൾ വിചാരിച്ച വേഗത്തിൽ നടന്നില്ലെങ്കിലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഈ സമയം ഗ്രഹനിലകൾ അനുകൂലമാകാൻ തുടങ്ങുന്നതേയുള്ളൂ. വർഷത്തിൻ്റെ പകുതി കഴിയുന്നതോടെ, അഥവാ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ മുതൽ നിങ്ങളുടെ വിവാഹയോഗം കൂടുതൽ തെളിഞ്ഞുവരും. അതുവരെ മുടങ്ങിക്കിടന്ന ആലോചനകൾ പുനരാരംഭിക്കുവാനും നല്ല ബന്ധങ്ങൾ തേടി വരുവാനും ഈ സമയം സഹായകരമാകും. ഒക്ടോബർ 31 കഴിയുന്നതോടെ ചിങ്ങം രാശിക്കാർക്ക് അതിശക്തമായ വിവാഹയോഗമാണ് പ്രവചിക്കുന്നത്. ജ്യോതിഷത്തിലെ ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ വിവാഹസ്ഥാനമായ 7ാം ഭാവത്തിലേക്ക് കൃത്യമായി പതിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ഈ ശുഭദൃഷ്ടി വഴി നിങ്ങളുടെ ജാതകത്തിൽ ഒരു രാജയോഗം തന്നെ രൂപപ്പെടുന്നതാണ്. രാജയോഗം എന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഒത്തുചേരുന്ന അവസ്ഥയാണ്. ഈ സമയത്ത് നിശ്ചയിക്കപ്പെടുന്ന വിവാഹങ്ങൾ ഐശ്വര്യപൂർണമായിരിക്കാൻ സാധ്യത കൂടുതലാണ്. ചുരുക്കത്തിൽ ചിങ്ങം രാശിക്കാർക്ക് 2026 ഒക്ടോബർ അവസാനത്തോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി മികച്ച ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനും ആഡംബരപൂർണമായ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിയിൽ ജനിച്ചവർക്ക്, അതായത് ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന കാലയളവ് വിവാഹ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന കാരണങ്ങൾ മാറി അനുകൂലമായ സാഹചര്യം ഒത്തുവരുന്നതായി കാണാൻ സാധിക്കും. നിലവിൽ ശനി നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തിലൂടെയാണ്, അതായത് വിവാഹത്തിൻ്റെയും ജീവിത പങ്കാളിയുടെയും സ്ഥാനത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജ്യോതിഷത്തിൽ ശനി 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന 2.5 വർഷക്കാലം വിവാഹ കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അനുയോജ്യമായ സമയമാണെന്നാണ് കരുതപ്പെടുന്നത്. ഈ വിവാഹത്തിന് കൂടുതൽ ഗൗരവവും സ്ഥിരതയും നൽകുന്നു. ശനിയുടെ സഞ്ചാരത്തിനൊപ്പം തന്നെ ഭാഗ്യദാതാവായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും നിങ്ങളുടെ 7ാം ഭാവത്തിൽ പതിക്കുന്നുണ്ട്. ശനി കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ വ്യാഴം അതിനാവശ്യമായ ദൈവാനുഗ്രഹം നൽകുന്നു. ഈ 2 പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെയും ഒരേ സമയത്തുള്ള സ്വാധീനം വിവാഹ സാധ്യതയെ ഇരട്ടിയാക്കുന്നു. 2025 വിവാഹത്തിനായി ശ്രമിച്ചിട്ടും പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയ കന്നി രാശിക്കാർ ഒട്ടും നിരാശപ്പെടേണ്ടതായില്ല. നിങ്ങളുടെ ഗ്രഹനില പ്രകാരം 2026 അല്ലെങ്കിൽ 27 പകുതിയോടുകൂടിയോ വിവാഹം ഉറപ്പായും നടന്നിരിക്കും. ചുരുക്കത്തിൽ കന്നി രാശിക്കാർക്ക് ഈ കാലയളവ് കാത്തിരിപ്പിൻ്റെ ഒരു അവസാനം തന്നെയാണ്. ഗ്രഹങ്ങൾ അനുകൂലമായതുകൊണ്ട് തന്നെ നല്ലൊരാലോചന ഒത്തുവരുവാനും മംഗളകരമായ വിവാഹ ജീവിതം ആരംഭിക്കുവാനും നിങ്ങൾക്ക് കൂടുതൽ സാധിക്കും. അടുത്തത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക്, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് 2026 വിവാഹ കാര്യങ്ങളിൽ അതീവ ശുഭകരമായ ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ചില ഗ്രഹമാറ്റങ്ങൾ ഈ രാശിക്കാർക്ക് അനുകൂലമായി വരുന്നു. ഇതിൻ്റെ പ്രത്യേകത കർമ്മഫലദാതാവായ ശനി നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തെ, അതായത് വിവാഹ സ്ഥാനത്തെ നോക്കുന്നുണ്ട്. ഇത് വിവാഹ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങുവാനും ഉത്തരവാദിത്വത്തോടുകൂടി പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും നിങ്ങളെ സഹായിക്കുകയാണ്.
ഈ കാലയളവിലെ ഏറ്റവും വലിയ പ്രത്യേകത ദേവഗുരുവായ വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥിതിയിൽ, അതായത് ഏറ്റവും ശക്തമായ അവസ്ഥയിൽ എത്തുന്നു എന്നതാണ്. ദീർഘമായ 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം ഇത്രയും ബലവാനായി നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത്. ഇത് വിവാഹത്തിനാവശ്യമായ ദൈവാനുഗ്രഹം പൂർണ്ണമായും നൽകുകയും ചെയ്യും. വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ വരുന്ന ആലോചനകളെല്ലാം വളരെ മികച്ചതായിരിക്കുവാനും കുടുംബത്തിന് ഐശ്വര്യം നൽകുന്ന ഒരു പങ്കാളിയെ ലഭിക്കുവാനും സാധ്യത ഏറെയാണ്. ഗ്രഹനിലകൾ പൂർണ്ണമായും അനുകൂലമായതുകൊണ്ട് 2026 ജൂൺ 2 ശേഷമാണ്, ഈ തീയതിക്ക് ശേഷമാണ് വിവാഹാലോചനകൾ വേഗം തീരുമാനമാകുവാനും മംഗളകർമ്മങ്ങൾ തടസ്സമില്ലാതെ നടക്കുവാനും മികച്ച യോഗമുള്ളത്. ചുരുക്കത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് 12 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഈ വലിയ ഭാഗ്യകാലം വിവാഹത്തിന് ഏറ്റവും അനുയോജ്യവുമാണ്. 2026 ജൂൺ മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തന്നെ തുറക്കുകയാണ്. മകരം രാശിയിൽ ജനിച്ചവർക്ക്, അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് 2026 വർഷം ആഗ്രഹ സാഫല്യത്തിനേറെയും മംഗളകർമ്മങ്ങളുടെയും കാലമാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളായ വ്യാഴവും ശനിയും ഒരുപോലെ അനുകൂലമായി വരുന്ന അപൂർവമായ സമയം കൂടിയാണിത്. വിവാഹകാരകനായ ദേവഗുരു വ്യാഴം നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തിൽ, അതായത് വിവാഹവും ജീവിത പങ്കാളിയെയും സൂചിപ്പിക്കുന്ന സ്ഥാനത്ത് അതിൻ്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ അല്ലെങ്കിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു എന്നതാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ ഗ്രഹസ്ഥിതി വിവാഹ കാര്യങ്ങളിൽ വലിയ ദൈവാനുഗ്രഹം കൊണ്ടുവരും. ഇത് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനും തടസ്സങ്ങൾ നീങ്ങുവാനും സഹായിക്കുന്നതാണ്. നിങ്ങളുടെ രാശ്യാധിപനായ ശനി ഇപ്പോൾ 3ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജ്യോതിഷപ്രകാരം ശനി 3ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ശുഭകരമാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സഫലമാക്കുവാനും വിവാഹം പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുമുള്ള ധൈര്യവും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. ശനിയുടെ ഈ മാറ്റം നിങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കും. വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകൾ വരുവാനും അത് മംഗളകരമായി അവസാനിക്കുവാനും ശനി തുണയാകും. ഗ്രഹനിലകൾ പൂർണ്ണമായും ഒത്തുവരുന്നത് 2026 ജൂൺ മാസത്തിനു ശേഷം ആണെന്ന് മാത്രം. ജൂൺ മാസം കഴിയുന്നതോടുകൂടി വിവാഹ സംബന്ധമായ ചർച്ചകൾ വേഗത്തിലാകുവാനും വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ചുരുക്കത്തിൽ മകരം രാശിക്കാർക്ക് 2026 ജൂൺ മുതൽ സുവർണ കാലഘട്ടമാണ്. ശക്തമായ വ്യാഴത്തിൻ്റെയും അനുകൂലമായ ശനിയുടെയും സ്വാധീനത്താൽ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾ ഈ വർഷം യാഥാർത്ഥ്യമാകും. കുംഭം രാശിക്കാർക്ക്, അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിവാഹ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ സ്വാധീനിക്കുന്ന അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. നിങ്ങളുടെ രാശ്യാധിപനായ ശനിയുടെയും അനുഗ്രഹദായകനായ വ്യാഴത്തിൻ്റെയും സ്വാധീനം ഒരേ സമയം വരുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിലവിൽ നിങ്ങളുടെ രാശ്യാധിപനായ ശനി നിങ്ങളുടെ 2ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ ദേവഗുരുവായ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിലും വിവാഹസ്ഥാനമായ 7ാം ഭാവത്തിലും ഒരേപോലെ പതിക്കുന്നു. ശനിയും വ്യാഴവും തമ്മിലുള്ള ഈ ബന്ധം വിവാഹ കാര്യങ്ങളിൽ വളരെ നല്ല ഫലങ്ങൾ നൽകുവാൻ സഹായിക്കും. നിങ്ങളുടെ കുടുംബസ്ഥാനത്ത് അഥവാ 2ാം ഭാവത്തിൽ നിലനിൽക്കുന്ന ശനിദോഷം അഥവാ പ്രതിബന്ധങ്ങൾ ഈ കാലയളവിൽ മാറുന്നതാണ്. കുടുംബത്തിൽ വിവാഹ സംബന്ധമായ ചർച്ചകൾ, ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുവാനും എല്ലാവർക്കും സമ്മതമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാനും ഇതിലൂടെ സാധിക്കും. കുംഭം രാശിക്കാർക്ക് വിവാഹ ആലോചനകൾ സജീവമാകുവാനും അത് ഉറപ്പിക്കുവാനുമുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് 2026 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾക്ക് മുമ്പുള്ള കാലയളവ്. ഈ മാസങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹ കാര്യങ്ങളിൽ അന്തിമ തീരുമാനങ്ങൾ എടുക്കുവാനും ഇവർക്ക് സാധിക്കും. ചുരുക്കത്തിൽ കുംഭം രാശിക്കാർക്ക് കുടുംബത്തിലെ തടസ്സങ്ങൾ നീങ്ങി സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം സംജാതമാകുവാൻ പോവുകയാണ്.
വ്യാഴത്തിൻ്റെ പ്രത്യേക ദൃഷ്ടി ഉള്ളതിനാൽ 2026 സെപ്റ്റംബറിന് മുമ്പ് തന്നെ മംഗളകരമായ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട്. വിവാഹം വൈകുന്നവർക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ഗുണം ചെയ്യും. എല്ലാ വ്യാഴാഴ്ചയും വ്രതമെടുക്കുന്നത് വളരെ ഉചിതമാണ്. വിവാഹത്തിൻ്റെ കാരകനായ ശുക്രനെ പ്രീതിപ്പെടുത്തി നിത്യവും ശുക്ര സ്തോത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങളുടെ ജാതകത്തിലെ 7-ാം ഭാവത്തിൻ്റെ അധിപൻ ആരാണെന്നറിഞ്ഞ് ആ ഗ്രഹത്തിൻ്റെ സ്തോത്രം ജപിക്കുന്നത് ഗുണം ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.